വളരെ ഫെമിലിയർ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈവിലൈ. പക്ഷെ ഈവിലൈ എപ്പോഴാണ് നമ്മളെ ബാധിക്കുക എന്നറിയോ? നിങ്ങൾ 2 ഫ്രണ്ട്സ്, നിങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ 2 ഒരുമിച്ച് പഠിക്കുന്നു, ഒരേ കാര്യങ്ങൾ. പക്ഷെ ഒരാള് ഭയങ്കര സക്സസ്ഫുൾ ആയി. പെട്ടെന്ന് മാത്യു ഒരു BMW വാങ്ങി. ആ വണ്ടി കൊണ്ടുവരുമ്പോൾ മാത്യുവിന് ചിലപ്പോൾ തൗഫീക്കിനോട് അത് പറയാനുള്ള മടി ഉണ്ടാവാൻ, ചിലപ്പോൾ സന്തോഷം കൊണ്ട് ആദ്യം തന്നെ പോയിട്ട് തൗഫീക്കിനെയാവും കാണിക്കുന്നത്. ഞാൻ വണ്ടി വാങ്ങി എന്നൊക്കെ പറയും. ചിലപ്പോൾ തൗഫീക്കിന്റെ ഉള്ളില് ഒരു സങ്കടം വന്നേക്കാം, അവന് പെട്ടെന്ന് ഇതെല്ലാം പറ്റിയല്ലോ എന്ന്. ഡീപ്പ് ഇൻസൈഡ് ആദ്യത്തെ ലെയേഴ്സിലൊന്നല്ല, അവിടേക്ക് സന്തോഷം ഉണ്ടാവും, അക്സെപ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ അവനത് പറ്റിയല്ലോ, എനിക്കിനി എന്താണാവോ പറ്റാ എന്നുള്ളൊരു തോന്നല് വരാം. പക്ഷെ മാത്യു ഫുൾ സന്തോഷത്തിലാണ്, മാത്യു ഹാപ്പി ആയിട്ടിരിക്കുന്നു, മാത്യു വീട്ടിലേക്ക് പോകുന്നു. ഇത് ഒന്നും മാത്യുവിനെ ബാധിക്കില്ല. എപ്പോഴാ ബാധിക്കാന്നറിയോ? മാത്യുവിന്റെ ഉള്ളിലൊരു ഗിൽറ്റ് ഉണ്ടെന്ന് വിചാരിക്കേ, ഓഹ് ഞാനിത് വാങ്ങിയത് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവോ എന്നുള്ളൊരു തോന്നൽ ഉള്ളിലുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി എ ഹുക്ക്. അപ്പൊ ചിലപ്പോൾ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കല്ല് കാറിന്റെ ടയറിൽ കയറി, ചിലപ്പോൾ കാറൊന്ന് പഞ്ചറാവും. അപ്പൊ നമ്മൾ പറയും ഈവിലായിരുന്നു. പക്ഷെ ഇത് നമ്മളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള മാത്രമേ. ചില ആൾക്കാർ വന്നിട്ടോ വീട്ടില് പൂവൊക്കെ നിക്കണ കണ്ടിട്ട് ഓഹ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോവും. അടുത്ത ദിവസം പൂവില്ല, ചെടിയില്ല, ചെടിച്ചട്ടി പോലും ഇല്ലാത്ത അവസ്ഥയോ. പൂവിനോ അല്ലെങ്കിൽ മരത്തിനോ ഒന്നും ആ ഒരു ഫീലിങ്സിനുള്ള സ്പേസ് ഇല്ലല്ലോ. പക്ഷെ അത് ആരുടെ പൂവാന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. നമ്മളുടെ ഉള്ളിൽ ആ ഒരു സാധനം കിടക്കുന്നുണ്ടാവും. അതേ പറഞ്ഞു ഇനിയിപ്പൊ പൊക്കോളൂ എന്നുള്ളൊരു ചിന്ത അവിടെ കിടക്കുന്നുണ്ടാവും. എക്സ്റ്റേണൽ ഒരു എനർജി അല്ലേ അത് നമ്മള് ബാധിക്കില്ലേ? നമ്മൾ എന്താണ് ഉള്ളിൽ ഫീൽ ചെയ്യണേ, ആ വൈബ്രേഷൻസ് ആണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കണേ, ആ റിയാലിറ്റീസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്.